ഒരു ദിവസം കൊണ്ട് ഉൺഹയുടെ സകല ഡീറ്റെയിൽസും ജിഹാന്റെ ടീമുകാരെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ആ ഒരു ടെൻഷനൊക്കെ പറയുവാനായിട്ടായിരുന്നു ഉൺഹയും നേരെ മീഹോയുടെ കടയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇത്രത്തോളം കണ്ടെത്തുവാനായിട്ട് അവർക്ക് എങ്ങനെയാണ് സാധിച്ചത്? അവനെന്താ വല്ല കമ്പനിയുടെ സിഇഒയുമാണോ അതോ വല്ല ഗാങ്സ്റ്ററും ആണോ എന്നൊരു ചോദ്യമൊക്കെ മീഹോ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ പണ്ടത്തെ ക്രിമിനൽസ് ആണെന്നുള്ള കാര്യമൊക്കെ ഉൺഹയും അറിയിക്കുന്നത്. അവരങ്ങനെ ക്രിമിനൽസ് ആണെന്ന് അറിയിക്കുകയാണെങ്കിൽ നീ പിന്നെ എന്തിനാണ് സ്വയം അവരുടെ അടുത്തേക്കൊക്കെ പോകാനായിട്ട് നിന്നത്? അതിന്റെ യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ മീഹോ പറയുമ്പോഴത്തേക്കും ഞാൻ കാരണമല്ലേ അവന് ഫ്രാക്ചർ ഒക്കെ ഉണ്ടായതെന്നായിരുന്നു അവളും ചോദിക്കുന്നത്. പക്ഷേ ഇതുപോലെ ഗാങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും പറ്റുന്നതല്ലല്ലോ. അവരുടെ ശരീരം ഉരുക്ക് പോലെ ഉള്ളതല്ലേ. അങ്ങനെ ഇരിക്കെ അവരുടെ ലീഡർ എന്ന് പറയുന്ന അവന് എങ്ങനെയാണ് ചെറിയൊരു മോപ്പൊക്കെ കൊണ്ടിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ മീഹോയും ചോദിക്കുന്നു. നിന്നെക്കുറിച്ച് ഇത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാമെങ്കിൽ അവരെ നീ എവിടെ വെച്ച് കാണുവാനായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും സെൽഫ് ഡിഫൻസിന്റെ വസ്തുക്കളൊക്കെ കയ്യിൽ തന്നെ കരുതണമെന്നായിരുന്നു മീഹോയും പറയുന്നത്. അങ്ങനെ ഇരിക്കാണ് അവളുടെ ഫോണിലേക്ക് നിർത്താതെ കുറെ അധികം കമന്റ്സ് ഒക്കെ വരുന്നത് അവളും ശ്രദ്ധിക്കുന്നത്. പക്ഷേ അതൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവൾ പോലും അറിയാതെ ഒരു വീഡിയോ ഒക്കെ അവളുടെ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. വീഡിയോ ഓപ്പൺ ചെയ്യുന്ന അവളാകട്ടെ അവൾ കുട്ടികൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നില്ല, മറിച്ച് ജെയ്സോ അടികൂടുന്ന ഒരു വീഡിയോ ആയിരുന്നു അതേന്ന് സത്യമൊക്കെ മനസ്സിലാക്കുന്നു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറാമാൻ ആയിരിക്കും ഈ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവുക എന്നാണ് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും അവളുടെ സിഇഒ തന്നെ ആയിരുന്നു ഇതിനെല്ലാത്തിനും തന്നെ മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രശ്നം മറ്റൊന്നുമല്ല, സാധാരണ ഒരു രീതിയിലൊന്നും ആയിരുന്നില്ല അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലാകട്ടെ ജെയ്സോയും ടീമും കുട്ടികൾക്ക് കഴിക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള മോശമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ഒരു സോസേജും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും അത് കുട്ടികൾക്ക് വിൽക്കുവാനായിട്ട് ശ്രമിച്ചു എന്നും അതിനെ തടഞ്ഞുകൊണ്ട് ഒരു പേരന്റ് എത്തിയപ്പോഴത്തേക്കും അവരെ കൈകാര്യം ചെയ്യുവാനും മറ്റും ജെയ്സോയും ടീമും ശ്രമിച്ചു എന്ന രീതിയിൽ ജെയ്സോനെ വളരെ മോശക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ 2.5 മില്യൺ വ്യൂസ് ഒക്കെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രയും വേഗം ഇതിന് 10 മില്യൺ വ്യൂസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സിഒ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ മര്യാദയ്ക്കൊക്കെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടാമായിരുന്നു. അങ്ങനെ ഒന്നും തന്നെ ചെയ്യാതെ മോശപ്പെട്ട ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് അവളും അതിനെ എതിർത്ത് സംസാരിക്കുവാനായിട്ടായിരുന്നു പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ജിഹ്വാനെ കാണിക്കുമ്പോഴത്തേക്കും അവൾ ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു അവനും. പെട്ടെന്നായിരുന്നു ചേച്ചിയോട് ഒരു വീഡിയോ ഒക്കെ അവന്റെ ശ്രദ്ധയിലും പെടുന്നത്. മോശപ്പെട്ട സോസേജസ് ഒക്കെ വിൽക്കുന്ന ഒരു ഈവിളിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിലായിരുന്നു അതിനും ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രോസിക്യൂട്ടർ ഓഫീസിലുള്ള ആൾക്കാരും ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഹ്യുനു ആ ഒരു റൂമിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വീഡിയോ ഒക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഹ്യുനുവും മനസ്സിലാക്കുകയാണ്. കുട്ടികൾ കാണുന്ന ചാനലല്ലേ അവളുടേത്, അതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുള്ളതെന്നൊക്കെ അവനും നോക്കുന്നു. മാത്രമല്ല ഹ്യുനു അതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവളെ മോശം പറഞ്ഞുകൊണ്ടുള്ള പല രീതിയിലുള്ള കമന്റ്സ് ഒക്കെ അവനും കാണുകയാണ്. കുട്ടികൾക്ക് വായിക്കുവാനൊന്നും സാധിക്കത്തില്ലാത്തത് നന്നായി. എന്തായാലും ഈ കമന്റ്സ് ഒന്നും വായിച്ച് കുട്ടികൾ പഠിക്കുകയില്ലല്ലോ എന്നൊക്കെ ഓഫീസറും അതൊക്കെ കണ്ടുകൊണ്ട് പറയുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നായിരുന്നു ഹ്യുനുവ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഓഫീസിലുള്ള മറ്റു രണ്ട് പെൺകുട്ടികൾ ഉൺഹനെ കുറിച്ച് സംസാരിക്കുന്നത് അവളും കേൾക്കുകയാണ്. അവരാകട്ടെ ഉൺഹ ആയിരുന്നല്ലോ ഫുഡ് ഫെസ്റ്റിവലിനൊക്കെ പോയിക്കോളാമെന്ന് സ്വമേധയ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഫേമസ് ആകുവാനായിട്ട് മറ്റുള്ളവരെ ട്രോൾ ചെയ്തുകൊണ്ട് വീഡിയോ ഇറക്കിയാൽ മതി എന്നൊരു ചിന്തയൊക്കെ അവളുടെ ഉള്ളിലും വന്നിട്ടുണ്ടാവാം. ഇതെല്ലാം തന്നെ അവളുടെ ഒരു പ്ലാനിങ് ആയിരിക്കാം എന്നൊക്കെ സംസാരിച്ചു കൊണ്ടും ഇരിക്കുന്നു. അപ്പോഴാണ് അവിടെ ഏന എത്തുന്നത്. ഏനയാകട്ടെ പബ്ലിക് പ്ലേസിൽ വന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറയുകയാണെങ്കിൽ അവർ സ്വയം അതൊക്കെ കേൾക്കുന്നതായിരിക്കുമെന്നൊക്കെ അവരോട് പറയുമ്പോഴത്തേക്കും അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ഓൺഹയും പ്രതികരിക്കുന്നു. ഞാൻ ആയിരുന്നില്ല ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ മാത്രമാണ് ആ ഒരു വീഡിയോനെ കുറിച്ച് പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഓൺഹ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സ് ഒക്കെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജോലി. അതല്ലാതെ കുറെ വില്ലന്മാരെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഹീറോയിസ് ഒന്നും കാണിക്കുന്നതല്ല. നിനക്ക് എപ്പോഴും ഹീറോയിസം ഒക്കെ കാണിച്ച് എല്ലാവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുമെന്നൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? അത്രത്തോളം സത്യസന്ധതയൊക്കെ ജയിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളെ കളിയാക്കിയിട്ടാണ് ഏന പോലും പോകുന്നത്.
ആ ഒരു വീഡിയോ ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പലരും പല രീതിയിലുള്ള കമന്റ്സ് ഒക്കെയാണ് അതിന്റെ താഴെ ഇടുന്നത്. അവളും മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയതാകാമെന്നും, പിന്നെ മര്യാദയ്ക്കൊക്കെ ചാനൽ നടത്തിക്കൊണ്ടിരുന്നതാണെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ വീഡിയോസ് ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണെന്നുള്ള രീതിയിൽ പല പല കമന്റ്സും കാണുമ്പോഴത്തേക്കും അവൾക്ക് മൊത്തത്തിൽ ഒരു നിരാശയൊക്കെ തോന്നിപ്പോകുന്നു. എന്നാൽ പിന്നെ ആ ഒരു വീഡിയോയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അവൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും ചാനലിലേക്ക് കയറുവാനായിട്ട് പോലും അവൾക്ക് സാധിക്കുന്നില്ല. അതായത് മറ്റാരോ ചാനലിലേക്ക് ലോഗിൻ ആവുകയും അവളെ ലോഗ് ഔട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് അവൾ ഉള്ളത് പോലും. നമ്മുടെ കാറ്റ് ഗ്യാങ്ങിന്റെ ലീഡർ ആയിട്ടുള്ള യാങ്ങും ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ജീഹ്വാന്റെ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതേന്ന കാര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവനും ഒരുപാട് ഹാപ്പിയാണ്. സാധാരണഗതിയിൽ ഇങ്ങനൊരു സംഭവമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികരണവും നടത്തുന്നതായിരിക്കുമല്ലോ. പക്ഷെ ഇത്രയും നേരമായിട്ടും ഈ ഒരു വീഡിയോ ഒരുപാട് വൈറലായിട്ട് പോലും ജിഹ്വാൻ ഇതുവരെയായിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? ജിഹ്വാൻ ഇവിടെയൊന്നും ഇല്ല എന്നൊക്കെയുള്ള ഒരു അന്വേഷണമൊക്കെ യാങ് നടത്തുകയാണ്. ജെയ്സോനെ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാക്കി തീർക്കുകയായിരുന്നല്ലോ ആ വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജെയ്സൺ ആകെ വിഷമത്തിലാണ്. ഇതിനു മുമ്പ് പല മോശപ്പെട്ട പ്രവർത്തികൾ അവന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അന്നൊന്നുമില്ലാത്തൊരു നാണക്കേടാണ് ഇപ്പോൾ അവന് തോന്നിയിട്ടുള്ളത്. അവർക്കെതിരായിട്ട് പല ആൾക്കാരും പല ആർട്ടിക്കിൾസും ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇത് വളരെയധികം ചീപ്പായി പോയെന്ന ഒരു അഭിപ്രായക്കാരനാണ് ഹോങ്കിയും. മാൻഹോ വളരെ കഷ്ടപ്പെട്ടായിരുന്നു ഏറ്റവും പുതിയ തന്റെ പ്രൊഡക്റ്റ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പ്രൊഡക്റ്റിന്റെ പേരിലാണല്ലോ ഇത്രത്തോളം പ്രശ്നമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തന്റെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ വെറുതെ ആയി പോയോ എന്നൊരു വിഷമത്തിലാണ് മാൻഹോയും ഉള്ളത്. നമുക്ക് എന്തായാലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന ഒരു നല്ല അഭിപ്രായം ജൂയങ് മുന്നോട്ട് വെക്കുമ്പോഴത്തേക്കും ഈ ഒരു വീഡിയോ അവൾ തന്നെയാണോ ഇട്ടതെന്ന സംശയമായിരുന്നു അവനും ഉണ്ടായിരുന്നത്. എന്തായാലും അത് അവളുടെ ചാനലല്ലേ, മാത്രമല്ല സാധാരണഗതിയിൽ അവൾ മാത്രമായിരിക്കും അതിൽ വീഡിയോ എടുക്കുക. അഥവാ ഏജൻസിക്കാരാണ് വീഡിയോ പുറത്ത് വിടുന്നതെങ്കിൽ എന്തായാലും അവളുടെ അഭിപ്രായം ചോദിക്കാതെ ഒരിക്കലും വീഡിയോ എടുക്കുകയില്ല എന്ന് ജോയിങ് ഉറപ്പിച്ചു പറയുകയാണ്. അതും കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്കും ജീഹ്വാനും ഇതിനെതിരായിട്ട് ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനമൊക്കെ എടുക്കുന്നു. ഇപ്പോൾ വീണ്ടും പ്രോസിക്യൂട്ടറിന്റെ ഓഫീസിൽ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവൾ ഇതുവരെയായിട്ടും വീഡിയോ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനൊരു സംഭവമൊക്കെ നടക്കുമ്പോഴത്തേക്കും അടുത്തടുത്തുള്ള ആൾക്കാർ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഈ ഒരു കേസിൽ അവൾ തന്നെ ആയിരുന്നല്ലോ ഈ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ പലരും അവളെ വെറുത്തു തുടങ്ങിയിരിക്കുകയാണ്. അവളെ കുറിച്ച് മോശമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഇതിൽ വന്നു കൂടുകയാണെന്നുള്ള കാര്യമൊക്കെ ഓഫീസറും ഹ്യുനുവിനെ അറിയിക്കുന്നു. ജീഹ്വാനെ ഹിനുവിന് ഒട്ടും തന്നെ ഇഷ്ടമില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഇവളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഹ്യുനുവിന്റെ അടുത്ത് ഓഫീസറും ചോദിക്കുകയാണ്. അപ്പോഴാകട്ടെ കാറ്റ് ക്ലബിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവത്തെ കുറിച്ചൊക്കെ ആയിരുന്നു ഹിനുവും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജീഹ്വാനും ജോയങ്ങും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഒൺഹയുടെ കമ്പനിയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ നേരെ ചെന്ന് സിയോയിനെയാണ് കാണുന്നതും. എന്തോ ചെറിയൊരു കാര്യം ആയിരിക്കുമെന്നൊക്കെയാണ് സിയോ വിചാരിക്കുന്നതെങ്കിൽ പോലും കമ്പനിക്കെതിരായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരുന്നല്ലോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പലതവണ സിയോനെ മറ്റും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടും കോൾസ് ഒക്കെ കട്ടാക്കി വിട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ നേരിട്ടെത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് ജൂയങ്ങും പറയുന്നത്. ജൂയങ് എന്തായാലും കമ്പനിക്ക് വന്ന നാശനഷ്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരായിട്ട് ഒരു കേസ് തന്നെ കൊടുക്കുകയാണെന്നുള്ള കാര്യമായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. 10 വർഷത്തേക്ക് വരെ ലൈസൻസ് റദ്ദാക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കുന്ന രീതിയിലും വലിയൊരു തുക ഫൈനൊക്കെ കൊടുക്കുന്ന രീതിയിലും ആയിരുന്നു ആ ഒരു കേസിനൊക്കെ വിധി വരികയാണെങ്കിൽ ശിക്ഷ നടപ്പിലാക്കുക. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോഴത്തേക്കും സിയോയും ആകെ പേടിച്ചു പോകുന്നു. സിയോ ആകട്ടെ അയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കുവാനായിട്ട് ഇതിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. ഇവിടെ ആകട്ടെ പല ക്രിയേറ്റേഴ്സും ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്രിയേറ്റർ ആയിട്ടുള്ള മിസ്മിനി ആയിരുന്നു ഈ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവൾക്ക് വ്യൂസ് ഒക്കെ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് പോപ്പുലർ ആകുവാനായിട്ടായിരുന്നു അവളും ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ വ്യൂസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമേ അവർക്ക് കുറച്ചെങ്കിലും പണമൊക്കെ ലഭിക്കുകയുള്ളൂ. ആ ഒരു പണത്തിന് വേണ്ടിയാണ് അവൾ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സിയോയും പറയുകയാണ്. എന്തായാലും ഇനി അവൾ വീഡിയോസ് ഒന്നും തന്നെ ഇടാത്ത രീതിയിൽ അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തേക്കാം. പോരാത്തതിന് അവൾക്ക് വലിയൊരു ഫൈനും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സിയോ സംസാരിക്കുമ്പോഴത്തേക്കും അവൾക്കാണല്ലോ കൂടുതൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജീഹ്വാനും തൽക്കാലത്തേക്ക് നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് എങ്കിൽ ഞാനും ഇതിനെതിരായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നതായിരിക്കുകയില്ല എന്ന് ഒരു നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെക്കുകയാണ്. ഓഫീസിലെത്തുന്ന ഓൺഹയും ടേബിളില് ഫുഡ് ഫെസ്റ്റിവൽ ഒക്കെ നടന്ന അന്നത്തെ ഒറിജിനൽ ഫുട്ടേജ് ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അത് ആരും അറിയാതെ കൈക്കലാക്കുന്നു. ജീഹ്വാൻ പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും സത്യങ്ങളൊക്കെ തുറന്നു പറയുവാനായിട്ടായിരുന്നു ജീഹ്വാന്റെ അടുത്തേക്ക് അവൾ പോയിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും അവനും മറ്റൊരു രീതിയിലാണ് അവളെ കാണുന്നത്. 10 മില്യൺ വ്യൂസ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ നിനക്ക് എത്ര രൂപയാണ് കിട്ടുക? എന്തായാലും ആ ഒരു പണമൊക്കെ സ്വന്തമാക്കുവാനായിട്ട് ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാം.
വെറുതെ ഫുഡ് ഫെസ്റ്റിവലിന് പ്രശ്നമുണ്ടാക്കുവാൻ വന്ന ഗുണ്ടകളൊന്നും ആയിരുന്നില്ല എന്റെ തൊഴിലാളികൾ. മാത്രമല്ല, മറ്റുള്ള ആൾക്കാരെ കളിയാക്കി ചിരിക്കുവാൻ മാത്രം അവർ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. വളരെ കഷ്ടപ്പെട്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരെ പോലെയും അവരും ഫുഡ് ഫെസ്റ്റിവലിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിന്റെ ഉദ്ദേശമായിരുന്നു ശരിയല്ലാത്തത്. എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എത്രത്തോളം ലൈക്സ് ഒക്കെ കിട്ടുമെന്നത് അനുസരിച്ചായിരിക്കുമല്ലോ നിനക്ക് പണമൊക്കെ കിട്ടുക. ഇപ്പോൾ പണം ഉണ്ടാക്കുവാനുള്ള മാർഗവും നീ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അതൊക്കെ ചെയ്ത് വളരെ കാശുകാരെയൊക്കെ അയക്കുക എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് അവൻ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതൊക്കെ ഏനക്കാട്ടി കഴിയുമ്പോഴത്തേക്കും ഏനയും അവനെ തിരിച്ചറിഞ്ഞിട്ട് അവന്റെ പിന്നാലെ ഓടുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ ഏന കുറെ അധികം ദൂരം ഓടിയിട്ട് പോലും അവൻ എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.